നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അമ്മ പറഞ്ഞു. നിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് പ്രധാനമായും നിന്റെ കല്യാണ കാര്യം സംസാരിക്കാൻ വേണ്ടിയാ. സത്യം? അമ്മേന്റെ കല്യാണത്തിന് സമ്മതിക്കാൻ പോകണോ? സമ്മതം തരാൻ മാത്രമല്ല, അത് നടത്തി തരാനും പോവാ. പക്ഷേ പെണ്ണ് ഏതാണെന്ന് നിശ്ചയിക്കുന്നത് നീയല്ല, ഞാനായിരിക്കും. എന്നുവെച്ചാ നീ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നടക്കുന്ന ആ പൂക്കാരി പെണ്ണുണ്ടല്ലോ, അവളായിരിക്കില്ല നിന്റെ പെണ്ണ്. അവളല്ലെങ്കിൽ കല്യാണം നടക്കില്ലമ്മേ. മോനെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്ന് ഞാനും തമ്പിച്ചേട്ടനും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ കമ്പനിയുടെ ബിസിനസ് കോൺഫറൻസുകൾക്കും മറ്റു ഒഫീഷ്യൽ ഫംഗ്ഷനുകളും ഒക്കെ ഞങ്ങൾ അറ്റൻഡ് ചെയ്യുന്നു. നാളെ ഒരു കാലത്ത് ഞങ്ങൾക്കൊരു വയ്യായിക വന്നാലോ, എടാ ഞങ്ങൾ ഇല്ലാതെ വന്നാലോ, അതിലൊക്കെ പങ്കെടുക്കേണ്ടത് നീയും നിന്റെ ഭാര്യയുമാണ്. നിന്റെ ഭാര്യ ഇത്തരം ഫംഗ്ഷനുകളിൽ ചെന്നിട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുന്നതും മുടന്തി നടക്കുന്നതും ഒക്കെ നമ്മുടെ കമ്പനിയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന കാര്യമാണ്. അമ്മേ, ഭാര്യ എന്നാൽ ജീവിത പങ്കാളിയാ, അല്ലാതെ കോർപ്പറേറ്റുകളുടെ പൊങ്ങച്ച സൽക്കാരത്തിലെ ഷോ പീസുകളല്ല. എന്റെ ജീവിതം സന്തോഷകരമാക്കാൻ ഏറ്റവും അനുയോജ്യമായ ഭാര്യ സൗപർണിയാണ്. അതിലെനിക്കൊരു സംശയമില്ല. മോനെ, എടാ അത് നിന്റെ വെറും തോന്നല. നീ പോകുന്ന സ്ഥലത്തെല്ലാം നിനക്ക് അവളെ കൊണ്ടുപോകാൻ സാധിക്കില്ല. രണ്ടുപേരും മാത്രമായിരിക്കുമ്പോ ഒന്ന് മിണ്ടിയും പറഞ്ഞിരിക്കണമെന്ന് വിചാരിച്ചാ അതിനൊരു വഴിയും ഉണ്ടാവില്ല. നീ അവളുടെ പേരിൽ ഇന്ന് കാണിക്കുന്ന ഈ ആവേശം ഉണ്ടല്ലോ, അത് ഒരുപാട് നാളൊന്നും ഇങ്ങനെ നിലനിൽക്കില്ല മോനെ. ഈ ആവേശം കെട്ടടങ്ങി കഴിയുമ്പോ കുടുംബജീവിതം ഒരു ബാധ്യതയായി തോന്നും. ഇല്ലമ്മേ, ഒരിക്കലുമില്ല. ഭാര്യ ഭർത്താക്കന്മാരിൽ ഒരാൾക്ക് കുറവുണ്ടെങ്കിൽ കുറവുകളില്ലാത്തയാള് കുറവുകൾ ഉള്ളയാളെ കെയർ ചെയ്യുന്നതും സ്നേഹിക്കുന്നതും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അവരനുഭവിക്കുന്ന സന്തോഷവും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. മിണ്ടാൻ കഴിയാത്തവർക്കും നടക്കാൻ കഴിയാത്തവർക്കും ജീവിതമുണ്ടമ്മേ. മറ്റാരെയും പോലെ ജീവിക്കാൻ അവർക്കും അവകാശമുണ്ട്. സ്നേഹിക്കാനും സ്നേഹിക്കുന്നവനെ സ്വന്തമാക്കാനും അവകാശമുണ്ട്. അവരൊരിക്കലും അകറ്റി നിർത്തപ്പെടേണ്ടവരല്ലമ്മേ. എന്റെ തീരുമാനമല്ല, അമ്മയുടെ മനസ്സാണ് മാറേണ്ടത്. അത് മാറുന്നവരെ കാത്തിരിക്കാൻ ഞാൻ ഒരുക്കുക. സൗവർണികയല്ലാതെ ഇനിയൊരു പെൺകുട്ടി എന്റെ ജീവിതത്തിലുണ്ടാവില്ല. ഇവിടെ അച്ഛൻ കുട്ടികൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും അതെങ്ങനെ നടത്തണം ഒരു ശ്രദ്ധയുമില്ല. അച്ഛനാണ് പോലും ഇങ്ങനെ മക്കളുടെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു അച്ഛൻ വേറെ കാണില്ല. മനുഷ്യന് ഒരുപാട് ആവശ്യങ്ങളുണ്ടാവും, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നടത്തി കൊടുക്കേണ്ടത് അച്ഛന്റെ ഭർത്താവിന്റെ കടമയാണ്. അതിനൊന്നും കഴിയാത്തവര് ഇതിനൊന്നും പോവരുതായിരുന്നു. മടുത്തു, ജീവിതം തന്നെ മടുത്തു. എന്താ ദേവൂട്ടി?
അല്ല, ഇപ്പോ എന്താ സംഭവിച്ചത്? എനിക്കൊന്നും ഓർമ്മ വരണില്ല. സംഭവിച്ചതിനെ കുറിച്ചൊന്നും ഇനി ആലോചിക്കണ്ട. മനസ്സ് കൂടുതൽ വിഷമിപ്പിക്കുകയും വേണ്ട. നമ്മുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും താരതമ്യേന ചെറുതായിരിക്കും. വലിയ വലിയ ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരെ കാണുന്നത് വരെ ഈ ദുഃഖം നമുക്ക് വലുതായി തോന്നും. അതുകൊണ്ട് ഇനി ചെറിയ ദുഃഖങ്ങൾ മനസ്സിനെ അലട്ടുമ്പോ വലിയ ദുഃഖം അനുഭവിക്കുന്നവരെ കുറിച്ച് ചിന്തിക്കുക. സമാധാനം താനേ വരും. ഏതോ ഒരു നിമിഷത്തില് എനിക്ക് ശ്വാസം നിന്നു പോകുന്ന പോലെ തോന്നി. വിദ്യാമ്മ രക്ഷിച്ചു. ദേവി രക്ഷിച്ചു എന്ന് പറയൂ. ഞാൻ വെറൊരു നിയോഗം മാത്രം. അല്ലെങ്കിലും പകലന്തിയോളം ദേവിയെ ധ്യാനിച്ചു കഴിയുന്ന ഒരാളെ ദേവിയല്ലാതെ ആരാ രക്ഷിക്കുക? ദേവി, ഭക്തന്റെ ഉള്ളിൽ നന്മയുണ്ടെങ്കിൽ ദേവിയുടെ കരുതൽ ഒപ്പമുണ്ടാവും.